മലയോര മേഖലയിലെ ജനവാസ മേഖലകളിൽ കാട്ടാനയുടെ പരാക്രമം തുടരുന്നു. മുഴക്കുന്ന് പഞ്ചായത്തിലെ പാലപ്പുഴ കൂടലാടും ആറളം പഞ്ചായത്തിലെ പുതിയങ്ങാടിയിലും എത്തിയ കാട്ടാനക്കൂട്ടം കാർഷിക വിളകൾ വ്യാപകമായി നശിപ്പിച്ചു. ആറളം മണത്തണ മലയോര ഹൈവേയിൽ കൂടലാട് ആറളം പുഴക്കരയിലെ ജി ബാബുവിൻ്റെ വീട്ടിലെത്തിയ കാട്ടാനകൾ വീടിൻ്റെ പിറകുവശത്തെ മതിൽ ഭാഗികമായി തകർത്തു. വീട്ടുമുറ്റത്തേക്ക് കയറാൻ ശ്രമം നടത്തിയെങ്കിലും വലിയ മൺതിട്ട മറികടന്ന് കയറാൻ കഴിയാതായോടെ പിന്തിരികയായിരുന്നു. വീടിൻ്റെ പുറകുവശത്തെ പുഴക്കരയോട് ചേർന്ന തൂക്കുവേലി തകർത്ത ആനകൾ ഇതിനോട് ചേർന്ന വാഴ കൃഷിയും പൂർണ്ണമായി നശിപ്പിച്ചു. ഒരാഴ്ചക്കിടയിൽ 2ാം തവണയാണ് ആനക്കൂട്ടം വീടിനടുത്ത് എത്തുന്നതെന്ന് ബാബു പറഞ്ഞു. രണ്ടാമത്തെ പ്രാവശ്യം ഈ ആഴ്ച തന്നെ വന്നിട്ട് ഇങ്ങനെ നശിപ്പിക്കുന്നു. ഇത് നിരന്തരമായിട്ട് ഒരേ ശല്യമാണ്. ഫോറസ്റ്റുകാരെ യാതൊരു സഹകരണവും ഇല്ല. ഇത് ഇതിലെ കൂടി കയറിയിട്ട് ഹൈവേയിൽ റോഡ് മേൽ കയറുന്നുണ്ട്. ഇതിന് എന്നാ വേണ്ടതെന്ന് വെച്ചാൽ നടപടി എന്തെങ്കിലും ചെയ്തു തരാൻ വേണ്ടിയിട്ട് പിന്നെ ബന്ധപ്പെട്ടവരുമായിട്ട് ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വീട് തന്നെ ഭീഷണിയാണ്, മതിൽ ഇടിച്ചിട്ട് കയറാൻ വേണ്ടിയിട്ട് ഉള്ള ഇത്. പുഴയ്ക്ക് മറുകരയുള്ള ആറളം ഫാം 2ാം ബ്ലോക്കിൽ നിന്നും ബാവലിപ്പുഴ കടന്നാണ് കൂടലാട് മേഖലയിലേക്ക് ആനക്കൂട്ടം എത്തുന്നത്. എടൂർ മണത്തണ മലയോര ഹൈവേയോട് ചേർന്ന ഭാഗമായതിനാൽ ആനകൾ റോഡിലേക്ക് എത്തുന്നത് രാത്രികാല യാത്രക്കാർക്കും ഭീഷണിയാണ്. പുഴ കടന്ന് ആനക്കൂട്ടം ജനവാസ മേഖലയിലേക്ക് കയറുന്നത് തടയാനായി നാട്ടുകാർ പണം പിരിച്ചാണ് പുഴയോരത്ത് തൂക്കുവേലി സ്ഥാപിച്ചത്. എന്നാൽ ഇത് പരിചരിക്കുന്നതിനുള്ള യാതൊരുവിധ സഹായവും വനംവകുപ്പ് അധികൃതരിൽ നിന്നും ഉണ്ടാകുന്നില്ലെന്നാണ് നാട്ടുകാർ പരാതി പറയുന്നത്. കുറേ വർഷങ്ങളായിട്ട് ഈ ആനശല്യം രൂക്ഷമായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ജനകീയപരമായിട്ട് ഫെൻസിങ് സംവിധാനം കൊണ്ടുവന്നത്. ജനങ്ങളിൽ നിന്ന് പൈസ പിരിച്ചിട്ടാണ് ഇത്തരം സംഗതി ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ കുറഞ്ഞ കാലമായിട്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ സഹകരണങ്ങളോ സഹായങ്ങളോ ഇല്ലാത്തൊരു അവസ്ഥയാണ്. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഫെൻസിങ്ങിൻ്റെ മറ്റ് ചുറ്റുമുള്ള കാടുകളും ഇതൊക്കെ വൃത്തിയാക്കുന്ന ജനങ്ങളാണ്. ജനകീയപരമായിട്ട് ആ സംഗതിയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കുറഞ്ഞ കാലമായി ഫെൻസിങ് ആന പൊട്ടിക്കുകയും പക്ഷേ ആ ഡാമേജായ സംഗതി പിന്നെ ആ ഫോറസ്റ്റുകാർ തിരിഞ്ഞു നോക്കാതെയോ അതിൻ്റെ കണക്ഷൻ കൊടുക്കാതെയും ചാർജ് ചെയ്യാതെയോ ഒന്ന് ഈ ഇപ്പോഴുണ്ടാകുന്ന ആനൻ്റെ പ്രശ്നങ്ങൾ കൂടുകയാണ്. അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ഇതിൽ കൃത്യമായി ഇടപെട്ടുകൊണ്ട് ഇതിന് ജനങ്ങളെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. കാട്ടാന ശല്യം കൃഷിക്ക് മാത്രമല്ല മനുഷ്യരുടെ ജീവനും ഭീഷണി തീർക്കുകയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഹൈവേയാണ്, രാവും പകലും മൊത്തം വണ്ടി പോലെയാണ്. ഇതിനു മുമ്പേറ്റ ആന കയറിയിട്ട് ഒരു സ്കൂട്ടറുകാരനെ കിടങ്ങാറാക്കിയിട്ട് ഞാനന്ന് എൻ്റെ വീട് അടുത്താണ്. ഞാനന്നിട്ട് പറക്കെല്ലാം പൊട്ടിച്ചിട്ടാണ് വന്ന് ഓടിച്ചത്. അപ്പോൾ ഇത് കൃഷിക്ക് മാത്രമല്ല ജീവനും ഭീഷണിയാണ്. ഏതൊരു നാട്ടിൽ വരുന്ന ജനങ്ങൾക്കെല്ലാം വലിയ ഭീഷണിയായത് എന്ന് പറയാം.